പഞ്ചായത്തിൽ വന്നാൽ പെൻഷനുള്ള അപേക്ഷ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ മെമ്പർ അപേക്ഷകൻ പഞ്ചായത്തിലെത്തിയപ്പോൾ മെമ്പർ സ്ഥലത്തില്ല. വിട്ടുപോയത് കുത്തിക്കുടിയിലുള്ള രാജൻ. തന്റെ ഭാര്യ തങ്കമ്മയുടെ പെൻഷൻ അപേക്ഷ നൽകുന്നതായി വന്ന രാജന് ഒരു ദിവസം ചിലവായത് 500 രൂപയോളമാണ്. മെമ്പറുടെ അനാസ്ഥയാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ് കുറത്തിക്കുടി. കുറത്തിക്കുടിയിൽ നിന്നും അടിമാലി പഞ്ചായത്തിലെത്താൻ മാങ്കുളം വരെ ജീപ്പിനെ ആശ്രയിക്കണം. ജീപ്പിൽ വേണ്ടത്ര ആളുകളില്ലെങ്കിൽ 200 രൂപയ്ക്ക് മുകളിൽ ഡ്രൈവർക്ക് നൽകിയാലേ മാങ്കുളത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് മാങ്കുളത്തു നിന്നും സ്വകാര്യ ബസ്സിൽ 45 രൂപ ടിക്കറ്റ് എടുത്തു വേണം പഞ്ചായത്തിലെത്താൻ. ഇങ്ങനെ പഞ്ചായത്തിൽ മെമ്പർമാർ പറഞ്ഞ സമയത്ത് എത്തുമ്പോൾ അധികാരപ്പെട്ടവർ ഇല്ലെങ്കിൽ പാവപ്പെട്ട കുറത്തിക്കുടി നിവാസികൾക്ക് നിസ്സഹായരായി തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അതിനും ചിലവേറെയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കുറത്തിക്കുടി നിവാസികളുടെ ഊരുകൂട്ടത്തിലെത്തിയ രാജൻ ഭാര്യ തങ്കമ്മയുടെ പെൻഷൻ ശരിയാക്കി നൽകണമെന്ന് വാർഡ് മെമ്പറായ ജോയി വർക്കിയോട് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച പഞ്ചായത്തിൽ വന്നാൽ ശരിയാക്കി നൽകാമെന്ന് മെമ്പറും മറുപടി നൽകി. കയ്യിലുണ്ടായിരുന്ന കാശുമെടുത്ത് രാജൻ ചൊവ്വാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്തിലെത്തി. പഞ്ചായത്തിലെത്തിയപ്പോൾ മെമ്പർ സ്ഥലത്തില്ല. പെൺപിള്ളക്ക് പെൻഷനില്ല. 64 വയസ്സായി. 64 വയസ്സിൽ ഇതുവരെയും പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷന് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്പർ പറഞ്ഞാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഓരോ ഓട്ടത്തിന് നമ്പർ പറഞ്ഞു പഞ്ചായത്തിലേക്ക് വന്നേരെ അപേക്ഷ കൊടുക്കാൻ. അപ്പോൾ എല്ലാ കൂട്ടം നടത്തി തരാറുണ്ട്. അപ്പൊ ഈ സാക്ഷി പത്രന്മാരുടെ സാക്ഷികൾ വേണം, ഇതൊക്കെ വേണം. നമ്പർ അവിടെ വന്നിട്ടുമില്ല. നമ്പറിനെ വിളിച്ചപ്പോൾ നമ്പർ നാളെ കമ്മിറ്റിക്ക് വരുമെന്നാണ് സെക്രട്ടറി വന്നത്. അത് കേട്ടാച്ചാണ് ഞാൻ വന്നത്. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോ ഇതുവരെയും ഞങ്ങൾക്ക് വേറെ ഒരു അനുമതിയൊന്നും കിട്ടിയിട്ടില്ല. അടിമാലി പഞ്ചായത്തിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള വാർഡാണ് കുറത്തിക്കുടി. ഇവിടങ്ങളിൽ നിന്നും വാഹനങ്ങൾ വിളിച്ചാണ് പലപ്പോഴും പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്കായി കുടുംബങ്ങൾ എത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പഞ്ചായത്ത് അധികൃതരുടെ കടമയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.